ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടും അനേകം ആളുകൾ ഉന്നതമായ സമ്പത്ത് കൊണ്ട് നിറയുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മളെക്കാൾ ഉന്നതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പല വ്യക്തികളുടെ ഉള്ളിൽ വിഷമം വരാറുണ്ട്. എനിക്ക് മാത്രം സാധിക്കുന്നില്ലല്ലോ, എന്താ എനിക്കൊന്നും നേടാൻ സാധിക്കാത്തത്, അവരിത്രമാത്രം ഉന്നതിയിലെത്തി, ഞാൻ എന്തുമാത്രം എത്ര വർഷമായി ഞാൻ കഷ്ടപ്പെടും, എത്ര വർഷമായി എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു, എത്ര വർഷമായി ഞാൻ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട്, പക്ഷേ എനിക്ക് മാത്രം ഒരു ഉന്നതിയില്ല, ഒരു ഉയർച്ചയില്ല എന്ന് നീ പരാതി പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ സങ്കീർത്തനകാരൻ പറയുകയാണ്, 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, അവരുടെ ഗോതമ്പും വീഞ്ഞും എണ്ണയും ഒരുമിച്ച് സമാധാനത്തോടെ വർദ്ധിച്ച കാലത്ത് ഉണ്ടായതിനേക്കാൾ എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ സന്തോഷം നീ തന്നു. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് കർത്താവിലുള്ള സന്തോഷമാണ്. നിനക്ക് ദൈവത്തിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നിനക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. അതിനേക്കാൾ വലിയ സമ്പത്തൊന്നും ഈ ഭൂമിയിലില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഭൗതികമായ സമ്പത്ത് നോക്കിപ്പോയി അവസാനം പലരുടെയും ജീവിതം സമാധാനമില്ലാത്ത നാശത്തിലേക്ക് ചെന്ന് ചാടിയിട്ടുണ്ട്. എന്നാൽ നീ കർത്താവിൽ നിനക്ക് ആനന്ദം കണ്ടെത്താൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ സമ്പത്തൊന്നും ഈ ഭൂമിയിൽ നേടാനില്ല. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ദൈവഭക്തിയാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനും സാധ്യമാകട്ടെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് നമുക്ക് വിളിച്ചു പറയാൻ, സാക്ഷ്യം പറയുവാൻ ഈ പ്രഭാതത്തിൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആയത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.